എയർടെൽ ആക്സിസ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ? വളരെ ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് കാത്തിരിക്കുന്നത്. ആക്സിസ് ബാങ്ക് ഡിവാലുവേഷൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഡിവാലുവേഷൻ എന്നല്ല, ഇത് ഡിസ്ട്രോയിഡ് എന്ന് വേണം പറയാൻ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കാം. ആൻഡ് വെൽക്കം ടു മൈൽസ് പോയിന്റ്സ് ആൻഡ് പാസ്പോർട്ട്സ്. നിങ്ങൾ ഈ ചാനലിലെ പ്ലേലിസ്റ്റ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്തോനേഷ്യയിലുള്ള ബാലി, തായ്ലൻഡ്, മലേഷ്യ, ഒമാൻ, മാൽദീവ്സ്, ശ്രീലങ്ക, ഉസ്ബെക്കിസ്ഥാൻ, കസക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം ഞാൻ ട്രാവൽ ചെയ്തിട്ടുള്ള ട്രാവൽ വ്ളോഗ്സ് കാണാം. ഈ വ്ളോഗ്സിൽ കോമൺ ആയിട്ട് വരുന്നിരിക്കുന്ന ഒരു സംഗതി എന്തെന്നാൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിവാർഡ്സ് ആയിട്ടുള്ള മൈൽസ് ആൻഡ് പോയിന്റ്സ് അതെങ്ങനെ എഫക്റ്റീവായിട്ട് നമ്മുടെ പാസ്പോർട്ടിലേക്ക് ഒരു യാത്രയിൽ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന ചാനലാണ്. അത് ഫ്രീ ഫ്ലൈറ്റ്സ് ആവാം, അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രീ 5 സ്റ്റാർ ഹോട്ടൽ സ്റ്റേ ആവാം, അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ആവാം. പ്ലേലിസ്റ്റിലുള്ള എല്ലാ വീഡിയോസിലും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട്. ആൻഡ് ക്രെഡിറ്റ് കാർഡ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ആക്സിസ് ബാങ്കിന്റെ എയർടെൽ ക്രെഡിറ്റ് കാർഡിന് വന്നിരിക്കുന്ന ഡിവാലുവേഷൻ ആണ്. വളരെ വലിയൊരു ഡിവാലുവേഷൻ ആണ്. ഈ കാർഡ് തകർന്നു എന്ന് തന്നെ ഞാൻ പറയാൻ കാരണം, ആക്സിസ് ബാങ്ക് എപ്പോഴൊക്കെ ഒരു കാർഡ് ഡിവാലുവേഷൻ ചെയ്യുന്നുണ്ടോ അതിനകത്തെല്ലാം വളരെ ബുദ്ധിപൂർവ്വം ചിന്തിച്ച്, വളരെ മാസ്റ്റർ ബ്രെയിൻ എന്നൊക്കെയാണ് വേണമെങ്കിൽ പറയാം, ആ രീതിയിലാണ് ഇവർ ഡിവാലുവേഷൻ ചെയ്തിരിക്കുന്നത്. പ്രത്യക്ഷത്തിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 25%, 10%, 1% ക്യാഷ് ബാക്ക് എല്ലാം അവിടെ ഉണ്ട്. പക്ഷേ അത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, അതാണ് ഇവർ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കുന്നതിന് മുമ്പ് ഇത്രയും കാലം എയർടെൽ ആക്സിസ് ക്രെഡിറ്റ് കാർഡ് നമുക്ക് എന്താണ് ഓഫർ ചെയ്തിരിക്കുന്നത് നോക്കാം. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഇതിനുള്ള ചേഞ്ചസ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത്രയും കാലം നമുക്ക് വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ക്യാഷ് ബാക്ക് ആയിരുന്നു വന്നിരിക്കുന്നത്. അതായത് എയർടെൽ സ്പെൻസിന്, എയർടെൽ മൊബൈൽ റീചാർജ്, എയർടെൽ ബ്രോഡ്ബാൻഡ് ബിൽസ്, എയർടെൽ DTH പേയ്മെന്റ്സിന്, ഇതിനെല്ലാം എയർടെൽ താങ്ക്സ് ആപ്പ് വഴിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ക്യാഷ് ബാക്ക് ഒരു മാസം 250 രൂപ എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടിയിരുന്നു. ആൻഡ് പാർട്ണർ ബ്രാൻഡ്സ് ആയിട്ടുള്ള സ്വിഗ്ഗി, സൊമാറ്റോ, ബിഗ് ബാസ്ക്കറ്റ്, ഇതിനെല്ലാത്തിലും 10% ക്യാഷ് ബാക്ക്, അതിന്റെ മന്ത്ലി ക്യാപ്പ് എന്ന് പറയുന്നത് 500 റുപ്പീസ് ആയിരുന്നു. പിന്നെ യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ്സ് എയർടെൽ താങ്ക്സ് ആപ്പ് വഴി, ഇലക്ട്രിസിറ്റി ബിൽസ്, ഗ്യാസ് ബില്ല്, വാട്ടർ ബില്ല്, ഇതെല്ലാത്തിനും 10% മാക്സിമം 250 രൂപ പെർ മന്ത് എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടിയിരുന്നു. പിന്നെ അതർ സ്പെൻസ് ആയിട്ടുള്ള 1% ക്യാഷ് ബാക്ക് അതും ഈ കാർഡിൽ നിന്ന് കിട്ടിയിരുന്നു. എങ്ങനെ നോക്കിയാലും നമുക്ക് 1000 രൂപയിൽ കൂടുതൽ ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു നല്ല ക്രെഡിറ്റ് കാർഡ് ആയിരുന്നു ആക്സിസിന്റെ എയർടെൽ ക്രെഡിറ്റ് കാർഡ്. അതുകൂടാതെ നമുക്ക് എക്സ്ട്രാ ബെനിഫിറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് എയർപോർട്ട് ലൗഞ്ച് ആക്സസും കിട്ടിയിരുന്നു. അപ്പൊ ഇതെല്ലാം നമുക്ക് ഇതുവരെ കിട്ടിയ സംഗതികളാണ്. ഇനി അങ്ങോട്ടേക്ക്, ഇത് ട്രാവൽ റിലേറ്റഡ് ചാനലായതുകൊണ്ട് ട്രാവലിന്റെ കാര്യം ആദ്യം പറയാം. അതായത് ഇനി അങ്ങോട്ടേക്ക് നമുക്ക് എയർപോർട്ട് ലൗഞ്ച് ആക്സസ് കിട്ടുന്നതല്ല, അത് സിംപ്ലി ഇവർ എടുത്തു മാറ്റിയിട്ടുണ്ട്. അതുകൂടാതെ ക്യാഷ് ബാക്ക് സ്ട്രക്ചറിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് അതർ സ്പെൻസ്, അതായത് അതർ സ്പെൻസ് 1% ഉണ്ടാവുമല്ലോ, ആ അതർ സ്പെൻസ് നമ്മൾ എത്രത്തോളം സ്പെൻഡ് ചെയ്യുന്നുവോ അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമുക്ക് 25%, 10% ക്യാഷ് ബാക്ക് കിട്ടുന്നത്. അതായത് അതർ സ്പെൻസ് എത്രയാണോ അതിന് കിട്ടുന്ന ക്യാഷ് ബാക്ക് ഉണ്ട്. ആ ക്യാഷ് ബാക്കിന്റെ 2x ആണ് നമുക്ക് 25% എയർടെൽ ക്യാഷ് ബാക്ക് എന്നുള്ള രീതിയിൽ കിട്ടുന്നത്. അതിന്റെ ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് ആണ് നമുക്ക് 10% യൂട്ടിലിറ്റി ക്യാഷ് ബാക്ക് എന്നുള്ള രീതിയിൽ കിട്ടുന്നത്. പിന്നെ പാർട്ണർ ബ്രാൻഡ്സ് ആയിട്ടുള്ള സ്വിഗ്ഗി, സൊമാറ്റോ, ബിഗ് ബാസ്ക്കറ്റ് ഉണ്ടല്ലോ, അതിന്റെ കാര്യത്തിലും ചേഞ്ചസ് വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. ആക്സിസ് ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് വന്നിരിക്കുന്ന മെയിലാണ്. ഇതിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്ന 25% ക്യാഷ് ബാക്ക്, 10% ക്യാഷ് ബാക്ക്, ഇതെല്ലാം അവിടെ തന്നെ ഉണ്ട്. അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുള്ളതാണ്. പക്ഷെ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന നമുക്ക് കിട്ടുന്ന അതർ സ്പെൻസ് ആയിട്ടുള്ള 1% കാറ്റഗറി, ആ കാറ്റഗറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. 25% എയർടെൽ കാറ്റഗറി എന്ന് പറയുന്നത് നമുക്ക് അതർ സ്പെൻസിന് കിട്ടുന്ന ക്യാഷ് ബാക്ക് എത്രയാണോ അതിന്റെ *2 എന്നുള്ള രീതിയിലാണ്. പിന്നെ 10% കാറ്റഗറി സ്പെൻസ് എന്ന് പറയുന്നത് നമുക്ക് അതർ സ്പെൻസിന് കിട്ടുന്ന ക്യാഷ് ബാക്ക് എത്രയാണോ അത് തന്നെയായിരിക്കും എന്നുള്ളതാണ്. പിന്നെ ബാക്കിയുള്ള ക്യാഷ് ബാക്ക് സ്വിഗ്ഗി, സൊമാറ്റോ, ബിഗ് ബാസ്ക്കറ്റ്, അതിന്റെ 10% നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടിയിരുന്നു. ഇനി മുതൽ നമുക്ക് കിട്ടുന്നത് ക്യാഷ് ബാക്ക് ആയിരിക്കില്ല, നമുക്ക് വാല്യൂ ബാക്ക് ആയിരിക്കും കിട്ടുന്നത്. നമുക്ക് ഇത്രയും കാലം സ്റ്റേറ്റ്മെന്റ് ക്രെഡിറ്റ് ആയിട്ടാണ്, നമ്മുടെ ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റ് തന്നെ കുറഞ്ഞാണ് വന്നുകൊണ്ടിരുന്നത്. ഇനി അങ്ങോട്ടേക്ക് അങ്ങനെ ഉണ്ടാവുന്നില്ല. സ്വിഗ്ഗി, സൊമാറ്റോ, ബിഗ് ബാസ്ക്കറ്റ്, ഇവർക്ക് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വാലറ്റ് ഉണ്ട്. സ്വിഗ്ഗി വാലറ്റ്, സൊമാറ്റോ വാലറ്റ്, ബിഗ് ബാസ്ക്കറ്റ് വാലറ്റ്. ആ വാലറ്റിലേക്ക് നമുക്ക് വാല്യൂ ബാക്ക് ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഇത്രയും കാലം നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്രെഡിറ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്നതല്ല, നമുക്കിനി വാല്യൂ ബാക്ക് ആയിട്ട് സ്വിഗ്ഗിയുടെയോ അല്ലെങ്കിൽ സൊമാറ്റോയുടെയോ അല്ലെങ്കിൽ ബിഗ് ബാസ്ക്കറ്റിന്റെയോ അതിന്റെ വാലറ്റിലേക്കായിരിക്കും വരുന്നതെന്ന് പറയുന്നത്. ഇതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഇതിപ്പോ എയർടെലിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു ചാർട്ടാണ്. ഇതിനകത്ത് ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്, ഈ കാർഡ് ഉപയോഗിക്കുന്ന ഒരാൾ ഇലക്ട്രോണിക്സ് പർച്ചേസ് ചെയ്തു 25,000 രൂപ. 25,000 എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് എയർടെൽ അങ്ങനെ കൂട്ടിയേ കൊടുക്കുകയുള്ളൂ. അത് നമ്മളുടെ ഒരു സൈക്കോളജിയാണ്. നമ്മൾ 25,000 രൂപയെങ്കിലും മിനിമം ഈ കാർഡോട്ട് സ്പെൻഡ് ചെയ്തിരിക്കണം എന്നുള്ള ആ ഒരു കാര്യത്തിനാണ് അവർ 25,000 തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 25,000 1% കാറ്റഗറി ആയിട്ടുള്ള ബേസ് ക്യാഷ് ബാക്ക് ആയിട്ടുള്ള 250 രൂപയുടെ ലഭിക്കും. ഈ 250 രൂപയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള എല്ലാ ക്യാഷ് ബാക്കും ക്ലിയർ ആവുന്നത്. നേരത്തെ പറഞ്ഞത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ചാർട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ 25,000 രൂപ ഒരാൾ സ്പെൻഡ് ചെയ്തു, 1% കാറ്റഗറിയാണ്, ബേസ് ക്യാഷ് ബാക്ക് ആയിട്ടുള്ള 250 രൂപ കിട്ടി. അയാൾ തന്നെ എയർടെൽ മൊബൈൽ ബിൽ പേയ്മെന്റ് ചെയ്തു,
2,500 രൂപ സ്പെൻഡ് ചെയ്തപ്പോൾ 25% കാറ്റഗറി എന്നുള്ള രീതിയിൽ അയാൾക്ക് 500 റുപ്പീസാണ് കിട്ടുന്നത്. അത് എന്തുകൊണ്ടെന്നാൽ 250 × 2, അതായത് നമുക്ക് കിട്ടുന്ന ബേസ് അതുണ്ട്, അതിന്റെ × 2 ആണല്ലോ നമുക്ക് എയർടെൽ മൊബൈൽ ബിൽ പേയ്മെന്റ് എന്നുള്ളത് 500 രൂപ കിട്ടി. അതുകൂടാതെ എയർടെൽ യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ് ചെയ്തു, അപ്പൊ അത് 10% കാറ്റഗറിയാണ്, അതിന് 250. അതായത് നമുക്ക് ബേസ് ക്യാഷ് ബാക്ക് എത്ര കിട്ടുന്നു അതേ എമൗണ്ട് തന്നെ ആയിരിക്കുമല്ലോ ഇതിലായിട്ടും കിട്ടുന്നു, അപ്പൊ 250 തന്നെ കിട്ടുന്നു. സൊമാറ്റോയിൽ 2,000 രൂപക്ക് സ്പെൻഡ് ചെയ്യുന്നു, അപ്പൊ 10% കാറ്റഗറി ആയിട്ടുള്ള 2,000 ഇത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്രെഡിറ്റ് ആയിട്ടുള്ള വരുന്നത് സൊമാറ്റോ വാലറ്റിലേക്കാണ് പോകുന്നത്. അതുപോലെ ബ്ലിങ്കിറ്റ് 2,000 രൂപയ്ക്ക് ചെയ്തു, നമുക്ക് 200 രൂപ 10% ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇത് സ്റ്റേറ്റ്മെന്റ് ക്രെഡിറ്റ് ആയിട്ട് വരുന്നില്ല, ഇത് നേരെ പോകുന്നത് ബ്ലിങ്കിറ്റിന്റെ വാലറ്റിലേക്കാണ്. ഡിസ്ട്രിക്ട് മൂവീസ് 2,000 രൂപ സ്പെൻഡ് ചെയ്തു, 10% കാറ്റഗറി, 200 രൂപ ക്യാഷ് ബാക്ക് ഉണ്ട്, പക്ഷെ ക്യാഷ് ബാക്ക് അല്ല വാല്യൂ ബാക്ക് ആണ്, അത് ഡിസ്ട്രിക്റ്റിന്റെ വാലറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആക്സിസ് ബാങ്ക് അയച്ചു തന്നിരിക്കുന്ന ഈ ചാർട്ട് പ്രകാരം 1,600 രൂപ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് വരുന്നത് 1,000 രൂപയാണ്. ഈ 1,000 രൂപ കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതർ സ്പെൻഡ് ആയിട്ട് നമ്മൾ 25,000 രൂപയെങ്കിലും ഈ കാർഡ് ഉപയോഗിച്ച് ചെലവാക്കിയിരിക്കണം. കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് മനസ്സിലാവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാർട്ട് നോക്കിയാൽ മനസ്സിലാവും. അതായത് 25% ക്യാഷ് ബാക്ക് ആണ് എയർടെൽ പേയ്മെന്റ്സിന് ഉണ്ടായിരുന്നത്, 10% യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ്സിന്. ഇതെല്ലാം ഇപ്പോൾ 25% ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ബേസ് വേരിയന്റിന്റെ 2x ആണ്. 10% കിട്ടണമെന്നുണ്ടെങ്കിൽ ഈക്വൽ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ആക്സിസ് ബാങ്ക് അയച്ചു തന്നിരിക്കുന്ന ചാർട്ടിന്റെ കാര്യം നിങ്ങൾ സിമ്പിൾ ആയിട്ട് അങ്ങ് മറക്കുക. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുമ്പ് 250 രൂപ എന്നുള്ളത് 500 രൂപ വരെ കിട്ടുമെന്നുള്ള രീതിയിലാണ് ആക്സിസ് ബാങ്ക് നമുക്ക് അയച്ചിരിക്കുന്നത്. നമ്മൾ 500 രൂപ വേണമെന്നില്ല, നമുക്ക് മുൻപ് കിട്ടിയിരുന്ന 250 രൂപ തന്നെ കിട്ടിയാൽ മതി. അങ്ങനെ കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ 12,500 രൂപയുടെ നോർമൽ പർച്ചേസ് നമ്മൾ ചെയ്തിരിക്കണം. ഇങ്ങനെ സ്പെൻഡ് ചെയ്താലാണ് നമുക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന 250 രൂപ എന്നുള്ള ഒരു ക്യാഷ് ബാക്ക് ഉണ്ടല്ലോ അത് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മളുടെ അതർ സ്പെൻഡ് കൂട്ടുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം എയർടെൽ ആക്സിസ് ബാങ്കിന്റെ ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന ആളുകൾ കൂടുതൽ യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ്സിന് വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതർ സ്പെൻഡ് എന്നുള്ള സംഭവം തന്നെ ഈ കാർഡ് കുറവായിരുന്നു. ഈ കാർഡുള്ളവരെല്ലാവരും യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ്സിന് വേണ്ടി പിന്നെ സ്വിഗ്ഗി, സൊമാറ്റോ, ബ്ലിങ്കിറ്റ്, ബിഗ് ബാസ്ക്കറ്റ്, ഡിസ്ട്രിക്ട് ഇതിനൊക്കെ വേണ്ടി മാത്രമായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതർ സ്പെൻഡ് വളരെ കുറവാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവർ കൊണ്ടുവന്നിരിക്കുന്ന വളരെ ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു ക്യാഷ് ബാക്കിന്റെ സ്ട്രക്ചറൽ ചേഞ്ച് ആണ് നമ്മൾ ഈ കാണുന്നത്. പക്ഷേ ഈ സ്ട്രക്ചറൽ ചേഞ്ചസ് കാരണം ഈ കാർഡ് മൊത്തത്തിൽ നമുക്കതൊരു യൂസ്ലെസ് കാർഡാണ് എന്നുള്ള രീതിയിലായി. യൂസ്ലെസ് കാർഡ് ഇൻ ദ സെൻസ് ഈ കാർഡ് മാത്രം കയ്യിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അതർ സ്പെൻഡ് ഓബിയസ്ലി ഉണ്ടാവും. അപ്പം അങ്ങനെ അതർ സ്പെൻഡ് എന്നുള്ള രീതിയിൽ 12,500 രൂപയിൽ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരാളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് ബാക്കിയുള്ള യൂട്ടിലിറ്റി പേയ്മെന്റ്സ് എന്നുള്ള രീതിയിലുള്ള ക്യാഷ് ബാക്കും കാര്യങ്ങളിലൊന്നും കുറവ് വരുന്നില്ല. പക്ഷെ ബാക്കിയുള്ള അതർ സ്പെൻഡിന് വേണ്ടിയിട്ട് ഒരുപാട് കാർഡുകൾ കയ്യിലുള്ള അതായത് ഇതിനേക്കാൾ മെച്ചമുള്ള ക്യാഷ് ബാക്ക് കിട്ടുന്ന കാർഡുകൾ കയ്യിലുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ കാർഡ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവാല്യൂഷൻ എന്നല്ല ഡിസ്ട്രോയിഡ് എന്നുള്ളൊരു ഫീൽ ആയിരിക്കും വരുന്നത്. സ്വാഭാവികമായിട്ടും ഫോൺ പേ വേരിയന്റിലുള്ള ക്രെഡിറ്റ് കാർഡ് ഉണ്ട് SBIക്ക്, അതിനകത്തേക്കൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പം എത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു കാർഡിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. അപ്പം നിങ്ങൾ ഈ കാർഡ് ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏപ്രിൽ 12 മുതൽ ഈ വരുന്ന ഈ ചേഞ്ചസ് ഇത് എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് എന്നുള്ളത് കമന്റിൽ പറയുക. ആൻഡ് ഇതുപോലുള്ള ക്രെഡിറ്റ് കാർഡ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ക്രെഡിറ്റ് കാർഡിന്റെ റിവാർഡ്സ്, പോയിന്റ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്കൊരു ട്രാവലിൽ എങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങിയ ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള നമുക്ക് കാശ് സേവ് ചെയ്യാൻ പറ്റുന്ന വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം.